വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ കരുതി വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തതിന് റിവ്യൂ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ആദ്യം കിട്ടണം. അപ്പോൾ ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 1 വീക്കെങ്കിലും അത് യൂസ് ചെയ്യണം. അല്ലാണ്ട് റിസൾട്ട് കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. സോ ഞാൻ കരുതി ഇതിന് അത്ര വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ അന്ന് ഷോർട്സ് എടുത്തതിന് ശേഷം അതേപോലെ തന്നെ മടക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ എടുത്തിട്ടേ ഇല്ല, പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ എനിക്ക് 10 പ്രോഡക്റ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 6 ട്രയൽ പ്രോഡക്ട്സും അതേപോലെ തന്നെ 4 ഫ്രീ ഗിഫ്റ്റുമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. സോ ആദ്യം തന്നെ ഉള്ളത് ഞമ്മം തന്നുള്ള സാധനമാണ്, മ്യൂസ്ലിയാണ് കേട്ടോ. ഇത് ഞാൻ എന്താണ് സ്മിറ്റനകത്ത് ഒരുപാട് നോട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. ട്രയൽ പ്രോഡക്ട്സിലല്ല, അല്ലാതെ ഇതെന്ന് പറയുന്നത് എന്താ, ഞാൻ എന്നോ ഫുള്ളായിട്ടുള്ള ഐറ്റംസിലൊക്കെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് പാല് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ പാലിനകത്ത് കലക്കി കുടിക്കുക പറയുന്നത് വലിയ ലൈക്കൊന്നുമില്ല. സോ ഇത് വാങ്ങിയിട്ട് പിന്നെ ഞാൻ വേസ്റ്റ് ആയി പോകും. കാരണം വലുതാണല്ലോ കാണുന്നത്, ചെറുതൊന്നും എവിടെ കാണാൻ കിട്ടാനില്ല. മേ ബി എവിടെയെങ്കിലും ഉണ്ടാവും റെയറായിട്ട്, ഇന്ന ഇവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ കരുതി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച സാധനം. പിന്നെ വലുതായത് കാരണം ഞാൻ വാങ്ങിക്കാത്തതാണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതിയിട്ട്. അപ്പം ഞാനിങ്ങനെ സ്മിറ്റിൽ സ്ക്രോൾ ചെയ്ത സമയത്ത് ഇത് കണ്ടപ്പോൾ ഞാൻ വണ്ടറടിച്ചു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും പൊതുവേ സ്മിറ്റനകത്ത് ട്രയൽ പ്രോഡക്ട്സിൽ കാണില്ല കേട്ടോ. അല്ലാതെ ഉണ്ടാവും, പക്ഷേ ട്രയൽ പ്രോഡക്ട്സിൽ ഞാനങ്ങനെ കാണാറില്ല. സോ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ അതുമല്ല, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റെയറായിട്ട് 4 or 5 ട്രയൽ പ്രോഡക്ട്സിനൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കുക. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് എന്താണ് ഒരു ട്രയൽ പോയിന്റിന് കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര ഒരു ലക്കേട് തോന്നി. ഇപ്പോൾ ചെറുതല്ലേ, നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വലുത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പോൾ എന്തും അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് ഇത്. അടുത്തത് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതും ഓപ്പൺ ചെയ്തിട്ടില്ല, പൊളിച്ച് നോക്കാം. എന്ത് ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം പറയുന്ന ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം സ്കിൻ കെയർ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ചെയ്തില്ലാത്ത കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പം ആദ്യം ഞാൻ എന്താണ് സ്മിറ്റെന്ന് ഓർഡർ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഒരു ഗ്രീൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ക്രീം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേങ്കിൽ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഗ്രീൻ കളറാണ്. അതിൻ്റെ സ്മെല്ല് വന്നിട്ടൊരു എന്താ വിക്സ് മുട്ടായില്ലേ, അതിൻ്റെ ഒക്കെ സ്മെല്ലാട്ടോ. ഇതിൻ്റെ സ്മെല്ല് നോക്കട്ടെ, ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷെ നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ മറ്റേതാണെങ്കിൽ ഞാൻ ചേച്ചി കൊടുക്കുകയും ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു വിക്സിൻ്റെ സ്മെല്ലാട്ടോ അതിനുള്ളത്. അപ്പോൾ ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അടുത്തത് വന്നിട്ട് അക്വലോജിക്കേൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് റേഡിയസ് പ്ലസ് UV സൺസ്ക്രീനാണ്. ഇതിനകത്ത് SPF 50+ ഉണ്ട്, അതേപോലെ തന്നെ PA+++ഉം പിന്നെ UVA UVB പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്താണ് വാട്ടർമെലൺ പ്ലസ് നയാസിനമൈഡ് ആണ് കേട്ടോ. ഇത് ഹൈഡ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. പിന്നെ അക്വലോജിക്കേൻ്റെ പറയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല പ്രോഡക്ട്സാണ്. ഞാൻ കുറേ റിവ്യൂവിനകത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് നല്ല റേറ്റാണ്, ഒന്നും നമുക്ക് അടുത്ത് കൂടി പോകാൻ പോലും പറ്റില്ല. അപ്പം അതൊക്കെ ഞാൻ വാങ്ങണം വിചാരിച്ചിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ട്രയൽ പ്രോഡക്ട്സ് കിട്ടിയപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര എന്താണ് വർത്തായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ ഇത് അക്വലോജിക്കിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ എന്താ സ്മിറ്റനകത്ത് ന്യൂലി ആഡ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ, റീസെൻ്റ്ലി വന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ലക്കിനാണ് ഇതൊരു ട്രയൽ പോയിന്റിന് കിട്ടിയത്. ഇപ്പോൾ സ്മിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് 2 ട്രയൽ പോയിന്റിനാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള 6 പ്രോഡക്ട്സും ഒരു ട്രയൽ പോയിന്റ് വെച്ചിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് 6 ട്രയൽ പ്രോഡക്ട്സും അതേപോലെ തന്നെ 4 ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുമല്ല ഈ പ്രോഡക്ട്സിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കൊരു റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പം ഒന്ന് അക്വലോജിക്കിൻ്റെ ഇതാണ്. ഞാൻ 3 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അക്വലോജിക്കിൻ്റെ. അപ്പോൾ ഒന്ന് ഇതാണ്. അടുത്തത് അക്വലോജിക്കിൻ്റെ തന്നെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഗ്ലോ പ്ലസ് സ്മൂത്തി ഫേസ് വാഷ് ആണ്. ഇതിനകത്ത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണ്. പിന്നെ ഇത് സ്കിന്നിനെ ബ്രൈറ്റണും പ്ലസ് ഹൈഡ്രേറ്റിംഗ് ആക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് 20 ഗ്രാമിൻ്റെ ആണ്, അത് 50 ഗ്രാമിൻ്റെ ആണ്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതാ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, മറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് തുടങ്ങണം. അതേപോലെ തന്നെ അക്വലോജിക്കിൻ്റെ വേറൊരു സൺസ്ക്രീനാണിത്. ഇതും ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീനാണ്. ഇതിനകത്ത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി തന്നെയാണ്. ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ആക്കും സ്കിന്നിന്. അതേപോലെ തന്നെ എന്താണ് SPF 50+ ഉണ്ട്. ഇതിൽ PA 4+ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ UVB പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതും 50 ഗ്രാമാണ് കേട്ടോ. ഈ 3 എണ്ണത്തിനകത്തും എന്താണ് 20 ഗ്രാമായിട്ട് ഫേസ് വാഷ് മാത്രമേ ഉള്ളൂ. ബാക്കി 2 സൺസ്ക്രീൻസും 15 ഗ്രാംസ് ആണ്. അടുത്തത് വന്നിട്ട് ഡോക്ടർ ഷെഡ്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഈ എക്കോളജിക്ക, ഡോക്ടർ ഷെഡ്സ്, പിന്നെ ഡോട്ട് ആൻഡ് കീ, മാമാർത്ത് ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ സമയം ഉണ്ടായിരുന്നു. മാമാർത്തൊക്കെ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വാങ്ങണം ഭയങ്കര ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയായിട്ട് മാമാർത്തിൻ്റെ. അങ്ങനെ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഡോക്ടർ ഷെഡ്സിൻ്റെ സൺസ്ക്രീൻ അല്ല, സോറി, മോയ്സ്ചറൈസർ ആണ്. ഇതും ന്യൂലി ആഡഡ് ആണ്. പക്ഷേങ്കിൽ ഇത് എനിക്ക് 3.1 കിട്ടിയത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആണുള്ളത്. സോ ഇതും പൊട്ടിച്ചിട്ടില്ല, കാണിച്ചുതരാം. പൊട്ടിച്ചിട്ടില്ല, കണ്ടോ എന്ത് ചെറുതല്ലേ. അത് കിട്ടുന്നവരേക്ക് എന്തായാലും ചെറുതാണെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഇത്രയും ചെറുതാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് 50 ഗ്രാമിൻ്റെ ആണ്. യൂസ് ചെയ്തില്ല, യൂസ് ചെയ്ത് തുടങ്ങണം. അടുത്തത് മാമാർത്തിൻ്റെ ഒരു ബീട്രൂട്ട് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയ സാധനം. എല്ലാം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, മാമാർത്തിനെ അതുവരെ ട്രൈ ചെയ്തില്ല. അപ്പം അക്വലോജിക്കിൻ്റെ ആണല്ലോ മാമാർത്ത്, ഈ ഡോക്ടർ ഷെഡ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ട്രൈ ചെയ്യണം വെച്ചിട്ട് വാങ്ങിയതാണ്. ഇതും പൊട്ടിച്ചിട്ടില്ല, ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതാ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഒക്കെ ഇനി യൂസ് ചെയ്ത് തുടങ്ങണം. അതിനകത്ത് എന്താണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഉണ്ട് കേട്ടോ. സോ ഇതെങ്ങനെയാണൊക്കെ യൂസ് ചെയ്തിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും കൂടി ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അതൊക്കെ. അടുത്തതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കര അയ്യോന്നായിപ്പോയതാണ് കേട്ടോ. ഇത് റെനേൻ്റെ മാഡ്നസ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് നമ്മൾ ലിപ്സിലിട്ട് കഴിഞ്ഞാൽ pH ലെവൽ അനുസരിച്ച് നമ്മുടെ ലിപ്സിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറും ഗ്ലോയും ഒക്കെ വരും. ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് ഷെയ്ഡിലൊക്കെ വരും. അങ്ങനെ ഞാൻ എന്നോ ട്രൈ ചെയ്യണം വിചാരിച്ച സാധനം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്മിറ്റിനകത്ത് കണ്ടപ്പോൾ ഞാൻ വണ്ടടിച്ച് എല്ലാം കണ്ടപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. കണ്ടു എന്ത് ചെറുത്. ഞാൻ സത്യം പറയല, ഞാൻ ബാക്കിയെല്ലാം ചെറുത് പ്രതീക്ഷിച്ചത്. ഇത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. റെനേൻ്റെ അല്ല. അപ്പം ഞാൻ ഇത്രയും ചെറിയൊരു മിനി അല്ലെങ്കിൽ ഒരു എന്താണ് ക്യാപ്സുലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് കിട്ടുന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അത്യാവശ്യം വലിയൊരു സാധനം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ കിട്ടിക്കിഴക്ക് ഭയങ്കര ഇതായി. എന്നാലും കുഴപ്പമില്ല. കണ്ടോ ചെറുതാണ്. ഇത് മറ്റേ ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക്സ്. അതേപോലെ തന്നെ ഇല്ല, അത്ര തന്നെ ഇല്ല കേട്ടോ. പക്ഷെ നല്ല മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. ഇതിട്ടേന നല്ല മോയ്സ്ചറൈസിങ് ആണ്. നല്ല സ്മെല്ലും ആണ് കേട്ടോ ഇതിനുള്ളത്. എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് പിന്നെ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് ഒരു ഷാമ്പു ആണ് കേട്ടോ. ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാമ്പു എന്നാണ് പറയുന്നത്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒനിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ആൻഡ് വേറെ എന്തോ ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ദ ലവ് കോൻ്റെ ഒരു പപ്പായ ഗ്ലോ ഫേസ് വാഷ് ആണ്. ഇത് എത്രയാ 30 ml ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നല്ല സ്മെല്ലുണ്ട്. ഈ മറ്റേ പണ്ട് കിട്ടുന്ന നാരങ്ങൂട്ട അങ്ങനത്തെ ക്യാൻഡീസൊക്കെ അല്ലേ, അങ്ങനത്തെ ആ ഒരു ക്യാൻഡീസിനൊക്കെ സ്മെല്ലാട്ടോ ഇതിന്. അപ്പോൾ ഇത്ര പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് ഇത്. അങ്ങനെ ഈ 3 ഗിഫ്റ്റ് കിട്ടിയതാണ്. ഡോട്ട് ആൻഡ് കീൻ്റെതാണോ അതോ ബീട്രൂട്ടിൻ്റെ മോയ്സ്ചറൈസർ ആണോ ഗിഫ്റ്റ് കിട്ടിയത് സത്യം പറഞ്ഞോട് മറന്നു പോയിട്ടുണ്ട്. എനിവേ എനിക്ക് എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരു റിഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എല്ലാം ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങളാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് എനിക്ക് വീഡിയോസ് അങ്ങനെ ലോങ് വീഡിയോസ് ഓൺ വോയിസിലൊക്കെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. ഞാൻ ആദ്യം ചെയ്ത വീഡിയോനകത്തും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും.
ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ശീലമായി വരുമ്പം റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ.